സൗദി അറേബ്യയിലെ മജ്മ എന്ന് പറയുന്ന സ്ഥലം ഒരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ഓരോ വീടുകളുടെ ഭാഗങ്ങളത്, അഥവാ മുമ്പ് താമസിച്ച സ്ഥലങ്ങളുണ്ട്, അതേപോലെ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ വീടുകൾ, ആ വീടുകളിലൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. ഇതിൻ്റെ മേലെ ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്കിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണിത്. ഒരു വൈബ് പ്ലേസാണ്. ഇവിടെ ഡെക്കറേഷൻ ചെയ്തൊക്കെ കാണാൻ നല്ല രസം. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. മണ്ണുകൊണ്ടാണ് തേമ്പി. അടിപൊളി വൈബ് പ്ലേസ് ആണല്ലോ. ഒരു മജ്ലിസ് മാതിരി. പക്ഷെ ഇവിടെ പള്ളി മാതിരി നിസ്കരിക്കുന്ന സ്ഥലമാണ് അല്ലേ? അവിടെ നിസ്കരിക്കാൻ ഇമാമ വെക്കുന്ന സ്ഥലം. ഇവിടെ ഒരു ഗുഹ ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മ അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട്. അണ്ടർഗ്രൗണ്ടൊക്കെ നിർമ്മിച്ചു. ആ ഇത് പള്ളി, പക്ഷെ ഇതിന് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഇതിന് അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട് ഗൈസ്. മജ്മ എന്ന് പറയുന്ന ഗ്രാമമാണിത്. ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇതിന് മേലൊക്കെ ഉണ്ട്. ഓ ഇതിന് മേലൊക്കെ ഉണ്ടല്ലോ. മേലക്ക് കയറി നോക്കാം ആദ്യം. ഓ നല്ല വൈബ് പ്ലേസ്. അഥവാ മജ്മൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം. ഈ മജ്മ ഗ്രാമങ്ങളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം. അവിടെയൊക്കെ വൈകുന്നേരം വന്ന് ആസ്വദിക്കാനിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ബീച്ചിലൊക്കെ പോയി ഇരിക്കുന്ന പോലെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവർ ഇവിടെയൊക്കെ വന്നിട്ട് ഇരുന്നിട്ട്, ഇതാണ് പാർക്ക്. ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ മേലൊക്കെ വന്നിട്ട് അങ്ങനെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ പഴയ നിർമ്മിതികൾ. അതൊക്കെ അഥവാ അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഈ ബിൽഡിങ്ങൊക്കെ മണ്ണുകൊണ്ട് തേമ്പിയതാണ്. ഇതൊക്കെ നമ്മളൊക്കെ പണ്ട് നിർമ്മിച്ച ആ വീടുകളൊക്കെ ഇങ്ങനെയായിരുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച ആ വീടുകൾ, അതേപോലെ ഉള്ള വീടുകളാണ്. ഇവിടെ നിന്നായിരിക്കും പണ്ട് ബാങ്ക് വിളിച്ചിട്ടുണ്ടാകുക അല്ലേ? ഇതിൻ്റെ മേലെന്ന് അല്ലേ? ഇതിൻ്റെ മേലെ കയറിയിട്ട് ഇവിടെ നിന്നായിരിക്കും ബാങ്ക് വിളിച്ചിട്ടുണ്ടാകുക. മൈക്രോഫോണ് വരുന്നതിൻ്റെ മുമ്പേ അല്ലേ? നല്ല ഹൈറ്റുള്ളൊരു പ്ലേസ്. ഇളകുണ്ട്, ഇളക്കുണ്ട് കേട്ടോ. അടച്ചോങ്കര ബാങ്ക് കൊടുക്കും അല്ലേ? അതിന് മേലെ നിന്ന് ഇങ്ങനെ ബാങ്ക് കൊടുക്കും. അപ്പോൾ ഈ ഗ്രാമങ്ങൾ മുഴുവൻ ഇങ്ങനെ ഉണരും. ഇപ്പോൾ അതേപോലെ പള്ളികൾ ലൗഡ് സ്പീക്കറൊക്കെ വന്നു. പുതിയ കാലഘട്ടം. ഇത് പഴയ കാലഘട്ടം. ഇത് പഴയ കാലഘട്ടം, അത് പുതിയ കാലഘട്ടം. ഇതിൻ്റെ മേലെ ഇങ്ങനെ ആക്കുമ്പോൾ ആടുന്നുണ്ട്, ജെർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗൈസ് ഗുഹ. അപ്പോൾ ഈ ഗുഹയിലോട്ട് ഒന്ന് പോയി നോക്കണം. പടച്ചങ്കര എന്താ പയ്യാണ്. ഇത് അടിപ്പള്ളിയാണ്, അഥവാ 3 തട്ടാണ്. ഓ എൻ്റെ അമ്മ, ഇതൊക്കെ തൂണില്ലേ പണ്ടത്തെ. ഇതൊക്കെ സംഭവം തേമ്പി തന്നെയാണ് അല്ലേ? പക്ഷെ ആ ഭാഗം ഇടിഞ്ഞു വീണു. ആ സൈഡ് ഇടിഞ്ഞു വീണു. ആ കിബിലക്ക് കണക്കാക്കിയിട്ടുള്ള സ്ഥലം. അതുപോലെ പള്ളിയാണെന്നാണിത്.
അല്ലേ? ഷുഗർ പള്ളി ആയിരിക്കും, കാരണം അടിഭാഗത്തുണ്ട് അടിഭാഗം. ഇതിന് മേൽഭാഗം ആണെങ്കിൽ ഇത് മരങ്ങളാണുള്ളത് അല്ലേ? മേലെ പുളിന്റെ മരങ്ങൾ വെച്ചിട്ട് സെറ്റാക്കി വെച്ചു. എന്താ മരങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി ഫുൾ മണ്ണുകൊണ്ടുള്ള പരിപാടിയാണ്. മണ്ണും മരങ്ങളും. അല്ല മണ്ണിലാണ്. കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ആടൂലല്ലോ. ഇത് കണ്ടോ, ഇതിന്റെ മേലൊക്കെ ഫുള്ള് മരങ്ങളും. അതേപോലെ ഇവരാ ഓല, മറ്റേ പനൻ കാരക്ക മരത്തിന്റെ ഓല തന്നെ ചീന്തല്ലേ, അതും വെച്ചിങ്ങിട്ട് കിബില അങ്ങോട്ടാന്ന് എഴുതി വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മേലൊക്കെ ഒന്ന് പോയി. ഒരേ പോലത്തെ ഭാഗങ്ങൾ തന്നെ അല്ലേ? കാഴ്ചകളൊക്കെ ഒരേപോലെ തന്നെ. സൂര്യാസ്തമയം സൂര്യാസ്തമയമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണിങ്ങായിട്ട് കാണാം. ഖബർസ്ഥാൻ അല്ലേ? അതാണ് ഖബർസ്ഥാൻ. ഇതാ ഈ പള്ളിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഖബർസ്ഥാൻ. ഇത് ഈ റോഡ് സൈഡിലായിട്ട്, അഥവാ ഈ പള്ളിന്റെ ബാക്കിൽ അപ്പുറത്തും അതേപോലെ അപ്പുറത്തും ഉണ്ട്. ഓ അവിടെ ലൈറ്റൊക്കെ ഓണാക്കി. സമയം 5:40 ഇവിടെ ലൈറ്റൊക്കെ ഓണാക്കി. വൈബ് ഒരു മാറി. അവിടെ ഒരു സൂര്യാസ്തമയം, ഇവിടെ ലൈറ്റുകൾ ഓണാക്കി. വൈബ് പ്ലേസ്. ഈ മജ്മ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാർക്കുണ്ട്. പക്ഷെ ഈ പാർക്കിൻ്റെ മേലെ വന്നാൽ അതിനേക്കാൾ അടിപൊളി വൈബാണ്. അപ്പോൾ അതിനേക്കാൾ നല്ല ഉഷാറായിട്ട് ഈ മജ്മ ടൗണിലുള്ള വീടുകളും അതേമാതിരത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. അതാണ് മജ്മയിലുള്ള ഹെറിറ്റേജ് കമ്മീഷൻ്റെ ഓഫീസാണ്. അടിപൊളി മേലെ നല്ല രസം. അടിപൊളി വ്യൂ. നേരത്തെ ഫസ്റ്റ് കാണിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് കാണാൻ. അവിടെ ഒക്കെ ഒരു ഫാമൊക്കെ ഉള്ള സ്ഥലം. അഥവാ ഈ ഭാഗത്താണ് ഫാമുള്ളത്. ഫാമുകളൊക്കെ ഉള്ളത് ഈ ഭാഗത്ത്. പക്ഷേ ഇതിങ്ങനെ പോയി ഇതിങ്ങോട്ട് ആ ഏരിയ മൊത്തം ആ പച്ചപ്പ് കാണുന്നതൊക്കെ ഫാമുകളുള്ള ഏരിയകളാണ്. ആ കാരക്കത്തോട്ടം, ഓരോ ഐറ്റംസ് ഫാമുകളൊക്കെ ഉള്ള സ്ഥലം. അതുപോലെ ഇതിങ്ങോട്ടേക്ക് ഫുൾ ടൗണുകൾ. ആ മജ്മ എന്ന് പറഞ്ഞാൽ ഒരു ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് നേരെ അങ്ങോട്ടേക്ക് അപ്പുറത്തേക്കൊക്കെ ഉണ്ട് മജ്മ. അത്യാവശ്യം ഉണ്ട് ടൗണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ, 4 ഭാഗത്തുനിന്നും കാണാൻ പറ്റിയ അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ പോയതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച്. ഇതിൻ്റെ അപ്പുറത്ത് നിന്നാണ് നമ്മൾ ഇത്രയും കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. കുറച്ചുകൂടി ഇരുട്ടായപ്പോൾ വ്യൂ അടിപൊളി. അപ്പോൾ ഇതിൻ്റെ മേലത്തെ വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇറങ്ങണം. അടിപൊളി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു. ഈ 2 ആഴ്ച ഇവിടെ വെറുതെ അല്ലേ പോയ